ഹരേ കൃഷ്ണ. ശ്രീ ഗുരുവായൂരപ്പന്റെ അത്ഭുത കഥകൾ ഒരു ജന്മമെടുത്ത് പറഞ്ഞാൽ പോലും തീരാത്ത അത്രയും അത്ഭുതങ്ങളും അനുഭവങ്ങളും ഭഗവാൻ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അത്ഭുത കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ എന്ത് പറഞ്ഞാലും നെഗറ്റീവും പോസിറ്റീവും പറയുന്ന ആളുകളുണ്ട്. ആ നെഗറ്റീവും പോസിറ്റീവും ഞാൻ ആ ഭഗവാന്റെ പദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും 10 കിലോമീറ്റർ മാറി ഒരു ഇല്ലത്തൊരു അമ്മ താമസിച്ചിരുന്നു. ഭർത്താവ് മരിച്ചിട്ട് വർഷങ്ങളോളായി. അമ്മയ്ക്ക് മക്കളില്ല. ഉണ്ണിക്കണ്ണൻ, ആ ഗുരുവായൂരപ്പനെയാണ് അമ്മ മകനായിട്ട് കാണുന്നത്. ദിവസവും ഭഗവാനെ കാണാൻ ഭഗവാന്റെ അമ്പലത്തിൽ പോകും. ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഒരൊറ്റ വെള്ളം കുടിച്ചില്ലെങ്കിലും അമ്മയ്ക്ക് കുഴപ്പമില്ല. എന്നാൽ തൻ്റെ മകനായ ഉണ്ണിക്കണ്ണനെ ഒരു നോക്ക് കാണാൻ സാധിച്ചില്ലെങ്കിൽ അമ്മയുടെ നെഞ്ചു പിടയും. അങ്ങനെ അന്നത്തെ ദിവസവും അമ്മ രാവിലെ എണീറ്റു ഉണ്ണിക്കണ്ണനെ കാണാനായിട്ട് പുറപ്പെടുന്ന സമയത്ത് പ്രായത്തിൻ്റെതായ എല്ലാ ബുദ്ധിമുട്ടുകളും അമ്മയ്ക്കുണ്ട്. അന്ന് അമ്മയ്ക്ക് വളരെ വയ്യാത്തൊരു അവസ്ഥ വരികയാണ്. എനിക്കിന്ന് ഭഗവാനെ കാണാൻ സാധിക്കില്ല, എൻ്റെ ഉണ്ണിക്കണ്ണനെ കാണാൻ സാധിക്കില്ല, എനിക്ക് നടന്നവിടെ എത്താൻ സാധിക്കില്ല കണ്ണ. ഭഗവാനോട് പറയുകയാണ്, ഒരു നോക്ക് എൻ്റെ ഭഗവാനെ കണ്ടിട്ട് എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. അമ്മ അങ്ങനെ രണ്ടും കൽപ്പിച്ചിട്ട് റെഡിയായി. വിജനമായ വഴിയിലൂടെയാണ് അമ്മ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുന്നത്. അങ്ങനെ കുറേ നടന്നു. ആൾപ്പെരുമാറ്റം ഒട്ടുമില്ല വഴിയിൽ. അങ്ങനെ അമ്മ കുറേ നടന്നിട്ട് പകുതി വഴി എത്തിയപ്പോൾ അമ്മയ്ക്കിനി ഒട്ടും നടക്കാൻ സാധിക്കില്ല. അമ്മ തളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു അടി പോലും എനിക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല എൻ്റെ കണ്ണ എന്ന് വിളിച്ച് അമ്മ തൊട്ടടുത്ത് കണ്ട ആൽത്തറയിൽ കയറിയിരിക്കുകയാണ്. വളരെ ക്ഷീണിതയായിരിക്കുന്ന അമ്മ ആ വിജനമായ റൂട്ടിൽ ഒരു കുട്ടി അമ്മയുടെ അടുത്തേക്ക് വരികയാണ്. കുട്ടി അമ്മയുടെ അരികിൽ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് അമ്മ ഇവിടെ ഇരിക്കുന്നത്? അമ്മയ്ക്ക് തീരെ വയ്യേ ചോദിക്കുകയാണ്. പെട്ടെന്ന് അമ്മ കുട്ടിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. കഴുത്തിറങ്ങിയ മുടിയും നെറ്റിയിൽ ചന്ദനം കൊണ്ട് വരച്ചൊരു ഗോപിക്കുറിയും ചുണ്ടിൽ ഒരു നറുപുഞ്ചിരിയും ഉണ്ടായിരുന്നു. അമ്മ കുട്ടീനോട് പറയാണ്, ഞാൻ ഭഗവാനെ കാണാനായിട്ട്, എൻ്റെ മോനെ കാണാനായിട്ട് ഇറങ്ങിയതാണ്. എനിക്ക് അവിടെ എത്താൻ സാധിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. വഴിയിൽ കിടന്ന് മരിക്കുമോ എൻ്റെ കണ്ണ എന്ന് പറയാണ്. അപ്പൊ കുട്ടി പറയാണ്, അമ്മ വീട്ടിൽ നിന്ന് ഭഗവാനെ കാണാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ അമ്മയെ അവിടെ എത്തിക്കും. നിയോഗം ഞാനാണെന്ന് പറയാണ്. കുട്ടി പറയാം, ഞാൻ ഗുരുവായൂർക്കാണ് പോകുന്നത്, അമ്മയെ ഞാൻ കൊണ്ടുപോകാന്ന് പറയാണ്. കുട്ടിയുടെ കയ്യിൽ ഇറുക്കി പിടിച്ചൊരു നാരായണീയ ഗ്രന്ഥവും ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മയും ആ കുട്ടിയും കൂടെ കുശലാന്വേഷണങ്ങൾ നടക്കുകയാണ്. ഗുരുവായൂർ എത്തിയത് അമ്മ അറിഞ്ഞേയില്ല. പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഭഗവാന്റെ തിരുനടയാണ് കാണുന്നത്. അമ്മ അത്ഭുതപ്പെട്ടു പോയി. ഒരടി പോലും നടക്കാൻ സാധിക്കില്ല എന്ന് കരുതി എനിക്ക് ഇപ്പൊ ഒരു കുഴപ്പവുമില്ല എൻ്റെ കണ്ണ. ആ നടയിലെത്തിയപ്പോ ആ കുട്ടി അമ്മയുടെ കയ്യിൽ നിന്ന് ഇറുക്കെ പിടിച്ചു. ദിവസവും കാണുന്ന ഗുരുവായൂർ അമ്പലമല്ല അമ്മയ്ക്ക് അവിടെ കാണാൻ സാധിച്ചത്. അമ്മ അത്ഭുതപ്പെട്ടു പോയി. എന്താ കണ്ണ ഇവിടെ നടക്കുന്നേ? എന്നും ഞാൻ കാണുന്ന ഈ ഒരു ക്ഷേത്രമല്ല ഇന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഭഗവാന്റെ ദ്വാരകയിലേക്കാണോ ഞാൻ വന്നത്? ഭഗവാന്റെ വൈകുണ്ഠത്തിലേക്കാണോ ഞാൻ വന്നത്? കണ്ണ, ഇതുവരെയും എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അമ്മ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ തീർത്ഥക്കുളത്തിൽ ഇറങ്ങി കൈയും കാലും വൃത്തിയാക്കിയിട്ട് അമ്മയും കുട്ടിയും കൂടെ നടയിലെത്തി. അപ്പൊ കുട്ടി പറയാണ്, അമ്മ ഈ നാരായണി ഒന്ന് പിടിക്കുകയോ ചോദിക്കുകയാണ്. നിറകണ്ണുകളോടെ ഭഗവാനെ കണ്ട സന്തോഷത്തിൽ ഇന്ന് കാണാൻ സാധിക്കില്ല എന്ന് കരുതിയതല്ലേ അമ്മ. ഭഗവാനെ കണ്ട സന്തോഷത്തിൽ നിറകണ്ണുകളോട് കൂടെ ആ നാരായണിയും പിടിച്ച് അമ്മ ഉറക്കെ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. പെട്ടെന്ന് കണ്ണുകൾ തുറന്നു നോക്കുന്ന സമയത്ത് തന്റെ അരികിൽ നിന്ന് കുട്ടിയെ കാണാനില്ല. ഈ കുട്ടി ഇത് എവിടെ പോയി? ശ്രീലകത്തെങ്ങാനും കയറിയോ? അവിടെ അടുത്ത് കണ്ട എല്ലാവരോടും ചോദിച്ചു. ആരും ഇങ്ങനെ ഒരു കുട്ടിയെ കണ്ടതായിട്ട് പറയുന്നില്ല. അങ്ങനെ അമ്മ ശ്രീലകത്ത് കയറിയിട്ട് ഭഗവാനെ തൊഴുന്ന സമയത്ത് ആ ശിലയിൽ നിന്നും ഭഗവാൻ പറയാണ്, അമ്മ എന്നെ തിരയണ്ടാട്ടോ, അമ്മയുടെ കൂടെ വന്ന് ഞാൻ തന്നെയാണ്. എൻ്റെ അമ്മയ്ക്ക് വയ്യ എന്ന് പറഞ്ഞെന്നെ വിളിച്ചില്ലേ, ആ വിളി കേൾക്കാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. എൻ്റെ അമ്മയല്ലേ, എൻ്റെ അമ്മയെ കൂട്ടാൻ ഞാനല്ലാതെ പിന്നെ ആര് വരും? ആ ഭഗവാൻ, ആ ഗുരുവായൂരപ്പൻ, ആ മുരളീധരൻ, ആ കോമളാങ്കൻ, ആ താമരക്കണ്ണൻ, ആ ആലിലക്കണ്ണൻ ഭഗവാന്റെ അരികിലേക്ക് എത്തേണ്ടതാണെങ്കിൽ യുഗങ്ങൾ പലതും കഴിഞ്ഞാലും ഭഗവാനിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു.